ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയോ? നമ്മൾ ചപ്പാത്തിക്കും ദോശയ്ക്കും പൂരിക്കും പൊറോട്ടയ്ക്കും പിന്നെ റൈസിനും ജീര റൈസിനും ഒക്കെ പറ്റിയ ഒരു റെസിപ്പിയാണിത്. രാജ്മ മസാല. അപ്പോൾ നമുക്കതിന് രാജ്മ ഞാൻ അരക്കപ്പ് രാത്രി തന്നെ കുതിർത്ത് വെച്ചിരുന്നു. നിങ്ങൾ രാത്രി തന്നെ കുതിർക്കാൻ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. 2-3 പ്രാവശ്യം കഴുകിയ ശേഷം നമുക്കതൊരു കുക്കറിലേക്ക് മാറ്റാം. പിന്നെ അതിലേക്ക് ബേ ലീഫും ഒരു ബേ ലീഫും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു വലിയ ഏലക്ക, നമ്മുടെ ബ്രൗൺ കളറിലുള്ള വലിയ ഏലക്ക, അത് ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ വേറൊരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് ജീരകമൊക്കെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് സവാള മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. സവാള മുറിച്ച ഒരെണ്ണം ഞാൻ വലുത് മുറിച്ചത് ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ സവാളയൊക്കെ നല്ലപോലെ വഴണ്ട കളറൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ നമുക്കിത് വഴറ്റണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായി മുറിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. നമുക്ക് തക്കാളി മുറിച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വരണം. അപ്പോൾ അത് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് അത് തണുക്കാനായിട്ട് വെച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം അരച്ചിട്ട്. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് വേറൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ, ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. അത് ചേർത്തിട്ട് നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കുക. അപ്പോൾ എണ്ണ തെളിയുന്നവരെ നമുക്കിത് വഴറ്റണം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് നന്നായി തെളിഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് പിന്നെ വേവിച്ച് വെച്ച് നല്ലപോലെ വെന്തിട്ടുണ്ട് രാജ്മ. അപ്പോൾ നമുക്കതിലേക്ക് രാജ്മ വേവിച്ചത് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതുവരെ ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഉപ്പ് ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രാജ്മ വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കാവുന്നതാണ്. ചില സമയം അത് ചേർത്ത് കഴിഞ്ഞാൽ വേവുകയില്ല ശരിക്ക്, അതുകൊണ്ട് ഞാൻ പിന്നീടാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നമുക്കത് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴാണ് ആ മസാലയും ഉപ്പുമൊക്കെ ആ രാജ്മയിൽ നിന്ന് നല്ലപോലെ പിടിക്കുകയുള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഗരം മസാല പൊടി 2 നുള്ളാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതും ചേർത്തിട്ട് നമുക്ക് പിന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള രാജ്മ മസാല റെഡിയായി. അപ്പോൾ നമ്മുടെ സാധാരണ ചോറിൻ്റെ കൂടെയും ജീര റൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.